മാസപ്പടി കേസിൽ ടി വീണയെ ഇഡി ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ ഇഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യുന്നത്. ഇഡിയുടെ സമൻസ് പ്രകാരം വീണ തിങ്കളാഴ്ചയായിരുന്നു വിശദമായ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടിയിരുന്നത്. കൊച്ചിയിൽ നിന്ന് അബ്ദുൽ നാസർ വിവരങ്ങൾ നൽകും. അബ്ദുൽ നാസർ, ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടെ തുടങ്ങിയ ചോദ്യം ചെയ്യലാണ്, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ. ഇന്നിപ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇഡി വീണയിൽ നിന്ന് ചോദിച്ചറിയുക? ജിൽസി, നിർണായകമായ ചോദ്യം ചെയ്യൽ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകാനുള്ള വിവരം. അതായത് ഇന്ന് രാവിലെ 9:30 തന്നെയാണ് വീണ ഇ ഡി ഓഫീസിൽ നേരിട്ട് ഹാജരായത്. അതായത് വീണയെ തിങ്കളാഴ്ചയായിരുന്നു സമൻസ് കൊടുത്ത് ഇ ഡി വിളിപ്പിച്ചിരുന്നത്. എന്നാൽ ഇതിന് അസൗകര്യമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ഇ ഡിയോട് ഒരു സാവകാശം തേടുകയായിരുന്നു. അതായത് നേരിട്ട് ഹാജരാവുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ഇ ഡിയോട് ഇവർ അറിയിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഇ ഡി ആദ്യഘട്ട സമൻസ് അയച്ചതിൽ 8 പേരെയും ചോദ്യം ചെയ്തു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇ ഡിക്ക് മുന്നിൽ എത്തേണ്ടതെന്ന ആളുകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീണയോട് നേരിട്ട് ഹാജരാകാൻ അറിയിച്ചത് പ്രകാരമാണ് വീണ ഇന്ന് ഹാജരായിട്ടുള്ളത്. അതായത് പ്രധാനമായും CMRL-ഉം എക്സാലോജിക്കുമായുള്ള ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തന്നെയാണ് ഇന്നും തേടുന്നത്. മാത്രമല്ല CMRL ശശിധരൻ കർത്തയുടെ സ്വകാര്യ കമ്പനിയുമായി ഉണ്ടാക്കിയ ഇടപാടുകൾ, ഇതിനു മുമ്പ് ചോദ്യം ചെയ്തവരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ചോദ്യം ചെയ്യൽ നീളുന്നത്. ജിൽസി.